പ്രൈസ് ദ ലോർഡ്. ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 6:1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. മതപരമായ അനുഷ്ഠാനങ്ങളോടും സമ്പത്തിനോടുമുള്ള ഒരു ശിഷ്യന്റെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ളതാണ് 6-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുമതത്തിലെ അടിസ്ഥാനപരമായ 3 സൽപ്രവൃത്തികളെക്കുറിച്ചും അതിൽ 1 മുതൽ 4 വരെ ദാനം കൊടുക്കുന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ നീതിപ്രവൃത്തികൾ ഒന്നായിരുന്നു ദാനം കൊടുക്കൽ. നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുത്താൽ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അതുനിമിത്തം നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവരോട് ദൈവം കൽപ്പിച്ചിരുന്നു. ആ നീതിപ്രവൃത്തിയെ തെറ്റായ മനോഭാവത്തോടുകൂടി അവർ ചെയ്യുന്നതിനെ കർത്താവ് വിമർശിച്ചിരിക്കുന്നു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഈ കപടഭക്തിയെ നന്നായി അറിയാവുന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ഒരു ദൈവ പൈതൽ ദൈവവചനപ്രകാരം ചെയ്യുന്ന നീതിപ്രവൃത്തികൾക്ക് അവന് പ്രതിഫലമുണ്ട്. ശിഷ്യൻ എന്നുവെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ലഭിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നതായി താലന്തുകളുടെ ഉപമയിലും പ്രതിഫലവും ശിക്ഷയും അവനവൻ്റെ പ്രവൃത്തിക്കനുസരണം ആയിരിക്കുമെന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തോടുള്ള ബന്ധത്തിലും എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ എന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരുമെന്നും പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവിധമായ സമൃദ്ധിയും അനുഗ്രഹമായി ലഭിച്ചിരിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിലായിരുന്നു. നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഏലിഫസും, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് ബിൽദാദും ഇയ്യോബിനോട് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമ ഭക്തന്മാർക്കുള്ള പ്രതിഫലം സ്വർഗത്തിലും അർത്ഥാൽ വരുവാനുള്ള ലോകത്തിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ ഈ ലോക ജീവിതത്തിലും ലഭിക്കുന്നു. ഈ ലോകത്തിൻ്റെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക എന്ന് പൗലൂസ് തിമോത്തിയോസിന് എഴുതിയിരിക്കുന്നു. പുതിയ നിയമ വെളിച്ചത്തിൽ ഭൗതിക നന്മകളുടെ സമൃദ്ധി ദൈവരാജ്യത്തിൻ്റെ വിശ്വസ്ത ഗൃഹവിജയന്മാർ ആയിരിക്കുവാനാണ് നൽകുന്നത്. അതു ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നുവെന്ന് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭൗതിക നന്മയെയും സ്ഥാനമാനങ്ങളെയും അനുഗ്രഹമായും ദാരിദ്ര്യത്തെ ശാപമായും കരുതുകയും പഠിപ്പിക്കുകയും ഏതിനെയും എന്തിനേയും പരസ്യമാക്കി പൊതുസമൂഹത്തിൽ കയ്യടി നേടുവാനും ആദരിക്കപ്പെടുവാനും പരിശ്രമിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് മത്തായി 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നല്ല പ്രവൃത്തികളെ തെറ്റായ മനോഭാവത്തോടുകൂടി ചെയ്യുവാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ദുഷ്പ്രവണതയെ ഒരു ദൈവ പൈതൽ കീഴ്പ്പെടുത്തിയേ മതിയാകൂ. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ധാർമ്മിക സ്ഥിതി ഇപ്രകാരം അധപ്പതിച്ചതായിരുന്നു. കർത്താവ് അവരെ നിശിതമായി വിമർശിക്കുന്നതായി മത്തായി 23-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് വാക്യം 3-4 പറഞ്ഞിരിക്കുന്നു. വലങ്കയും ഇടങ്കയും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണല്ലോ.
ശരീരത്തിൻ്റെ ഒരു അവയവം ചെയ്യുന്ന പ്രവൃത്തി മുഴു ശരീരവും അറിയുന്നു. നീ ഒരു സഹോദരന് ദാനം ചെയ്താൽ നിന്റെ അടുത്ത സ്നേഹിതൻ പോലും അറിയാതെ കഴിവതും രഹസ്യമായി ചെയ്യണമെന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. ക്രൈസ്തവ നീതിശാസ്ത്രപ്രകാരം ദാനം കൊടുക്കൽ സമൃദ്ധിയുടെ ഒരു ഭാഗമോ പ്രകടനമോ അല്ല. ഒരു ക്രിസ്തു ശിഷ്യന് വളർന്നു വരുന്ന ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് ദാനം കൊടുക്കൽ. അതുകൊണ്ട് തന്നെയാണ് ഭണ്ഡാരത്തിൽ ദാനമിട്ട എല്ലാവരെക്കാളും അധികം ദരിദ്രയായ വിധവയിട്ട് 2 കാശാണെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് പറഞ്ഞതും മറ്റെല്ലാവരുടെയും ദാനത്തെക്കാളും അവളിട്ട 2 കാശിന് വിലയെ പ്രശംസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും തൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ദാനം കൊടുക്കൽ. നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നന്മ ചെയ്യാതിരിക്കരുത് എന്ന് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ വസ്തുതയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണമെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു.